Good morning. Okay. The class start. Okay, Christina, good morning. Good morning. Class quality management NABH വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ NABH വരെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അപ്പം NABH എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം നമുക്കറിയാം നിലവിൽ ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് NABHന്റെ 5th എഡിഷൻ ആണ് അല്ലെ 5ാമത്തെ എഡിഷൻ ആണ് അതും എന്ന് മുതലാണ് അത് നിലവിൽ വന്നത് ഏപ്രിൽ 2020 തൊട്ടാണ് കേട്ടോ പിന്നെ NABH കൂടുതലും എന്തിനാണ് ഫോക്കസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസസിനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ പിന്നെ നമ്മൾ കണ്ടത് എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി ഓഫ് കൗൺസിൽ അല്ലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ഇത് NABH എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് NABH മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് മെയിൻ ആയിട്ട് 2 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത് ഏതൊക്കെയാണ് SHCO അല്ലെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താണ് അതിന്റെ പ്രത്യേകത വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ 50 ബെഡില് കുറവുള്ളത് അല്ലെ 50 ബെഡിൽ കുറവുള്ള ഓർഗനൈസേഷനെ നമുക്ക് SHCO എന്ന് പറയാം അല്ലെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പിന്നെ വരുന്നത് എന്താണ് HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ് 50 ബെഡിൽ കൂടുതലുള്ളതാണെങ്കിൽ അതിനെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും പറയാം ഓക്കെ അപ്പൊ അങ്ങനെ 2 രീതിയിലാണ് NABH എന്ത് ചെയ്തേക്കുന്നത് ഹോസ്പിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ഇതാണ് ഒരു NABH ഗൈഡ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട് എന്തൊക്കെ എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് 10 ചാപ്റ്ററുകളും പിന്നെ 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട് അപ്പൊ നിങ്ങളത് പറയുമ്പോൾ JCI ആയിട്ട് കമ്പയർ ചെയ്തിരുന്നു കേട്ടോ JCI ആയിട്ട് എത്ര സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞത് 285 സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ 1160 കറക്റ്റ് ആണ് കേട്ടോ ആദ്യം 1760 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ആണ് JCIക്കകത്തുള്ളത് NABH ആകുമ്പോൾ 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഓക്കെ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് സ്റ്റാൻഡേർഡ് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് സ്റ്റാൻഡേർഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കാതെ സെയിം പാരഗ്രാഫ് ഇവിടെ വരുന്നുണ്ട് ക്വാളിറ്റി അഷുറൻസിനകത്തും സെയിം പാരഗ്രാഫ് വരുന്നുണ്ട് കേട്ടോ നോക്കാം സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് കോൾ ഫോർ ദ പെർഫോമൻസ് അല്ലെ ഒരു പെർഫോമൻസിനായിട്ട് പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു റിക്വയർമെന്റ് ആണ് അല്ലെ നീഡ്സ് ആണ് ആളുകളുടെ ആ ഒരു റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങൾ അല്ലെ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ എന്താണ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ് ഓരോ ഇലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓക്കെ ഒരു സ്റ്റാൻഡേർഡിന് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കമ്പോണന്റ് അതാണ് ഇത് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ശ്രദ്ധിക്കുക കേട്ടോ ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് അതായത് മൊത്തം 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ടല്ലോ അതിനകത്ത് 1 or 2 ആർ ഇൻ 4 കാറ്റഗറി നിങ്ങൾ അവിടെ പഠിച്ചിരുന്നോ ക്വാളിറ്റി അഷുറൻസിനകത്ത് പറഞ്ഞിരുന്നത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ പഠിച്ചോ അത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പഠിച്ചിട്ടില്ല അവിടെ എത്തിയിട്ടില്ല അല്ലെ ഓക്കെ
അപ്പൊ ഇതേ കാര്യം അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് മൊത്തം 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് നമ്മള് 4 കാറ്റഗറി ആയിട്ടാണ് തന്നെ തിരിച്ചേക്കുന്നത് കേട്ടോ. 4 കാറ്റഗറി ആയിട്ട്. എന്തൊക്കെയാണ് ആ കാറ്റഗറി? ഒന്ന് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയും, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, അതുപോലെ തന്നെ നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. അങ്ങനെ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് ഈ പറയുന്ന 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ എണ്ണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. നോക്കുക, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് 1 or 2 are in core category. 102 എണ്ണം ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോർ കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കോർ കാറ്റഗറി? കോർ എന്ന് തന്നെ പറയുന്നത് നമുക്കറിയാം, കാമ്പ് അല്ലെ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ദ ഈച്ച് അസസ്മെന്റ്. അതായത് നമ്മൾ അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും ഈച്ച് അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, അതായത് ഓരോ ഘട്ടത്തിലും നമ്മൾ അസസ് ചെയ്യേണ്ട ഒരു 102 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടോട്ടൽ 651 അതിനകത്ത് 102 എലിമെന്റ്സിന് നമ്മൾ കോർ കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കോർ കാറ്റഗറിയിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മൾ അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും നിർബന്ധമായിട്ടും അസസ് ചെയ്യേണ്ടത്, അതാണ് ഈച്ച് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും ഇവാലുവേറ്റ് ചെയ്യേണ്ട 102 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, 102 കേട്ടോ. അടുത്ത നോക്കിയേ, 459 are in the commitment category which will be evaluated during the final assessment. അടുത്തത് 459 ഒബ്ജക്റ്റീവ് എലിമെന്റുകൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയുടെ പ്രത്യേകത? വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ദ ഫൈനൽ അസസ്മെന്റ്. അത് വന്നിട്ട് അക്രഡിറ്റേഷന്റെ അവസാന ഘട്ടത്തിൽ അല്ലെ, ഫൈനൽ അസസ്മെന്റ് ആണ്, അവസാന ഘട്ടത്തില് അസസ് ചെയ്യേണ്ട, വിലയിരുത്തേണ്ട 459 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 102 കോർ കാറ്റഗറി എന്താണ്? ഓരോ ഘട്ടത്തിലും അക്രഡിറ്റേഷന്റെ ഓരോരോ ഘട്ടത്തിലും അസസ് ചെയ്യുന്നതാണ് 102. അത് കോർ കാറ്റഗറി. കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് 450 അത് വന്നിട്ട് എന്താണ്? ഓരോ ഘട്ടത്തിലല്ല, ഓൺലി ഫൈനൽ ഘട്ടത്തിലാണ്. അക്രഡിറ്റേഷന് അവസാന ഘട്ടത്തില് നിർബന്ധമായിട്ടും അസസ് ചെയ്യുന്ന 459 ഘട്ടത്തിലാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. അടുത്തത് 60 are in achievement category which will be checked out during the surveillance assessment. പിന്നെ പറയുന്നത് 60 എണ്ണമാണ്. 60 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് നമ്മൾ അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അച്ചീവ്മെന്റ് കാറ്റഗറിയുടെ പ്രത്യേകത എന്താണ്? which will be checked out during the surveillance assessment. സർവൈലൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റ് കേട്ടോ. അതായത് എപ്പോ തൊട്ട് അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ തൊട്ട് അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ വിലയിരുത്തി പോകേണ്ട, ഒബ്സർവ് ചെയ്ത് പോകേണ്ട ചില ഒബ്ജക്റ്റീവ്. സർവൈലൻസ്, നമ്മൾ സർവൈലൻസ് ക്യാമറ എന്ന് കേട്ടിട്ടില്ലേ? CCTV ക്യാമറ എന്ന് നമ്മൾ അങ്ങനെയല്ലേ പറയാം, സർവൈലൻസ് അല്ലെ. എന്ന് വെച്ചാൽ ആ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് കേട്ടോ സർവൈലൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതാണ് അക്രഡിറ്റേഷനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു 60 എലമെന്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കിക്കേ, 30 are in the excellence category which will be evaluated during the pre-accreditation. പിന്നെ വരുന്ന 30 എണ്ണത്തിന് നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എക്സലൻസ് കാറ്റഗറിയാണ്. എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ which will be evaluated during the re-accreditation. അതായത് നമ്മൾ റീഅക്രഡിറ്റേഷൻ സമയത്ത്, അതായത് നമ്മൾ ആദ്യ അക്രഡിറ്റേഷന് പോയി പിന്നെ നമ്മൾ വീണ്ടും കുറെ കൂടി ഇംപ്രൂവ് ചെയ്തൊരു റീഅക്രഡിറ്റേഷന് പോകുന്ന സമയത്ത്, ആ സമയത്ത് അസസ് ചെയ്യുന്ന ഒരു 30 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 651 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഒരു NABH സ്റ്റാൻഡേർഡിന് 10 ചാപ്റ്റർ ഉണ്ട്, 100 സ്റ്റാൻഡേർഡ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്കറിയാം, ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്താണെന്ന് നമുക്കറിയാം. ഇനി ഈ പറയുന്ന 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിലെ 102 നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കോർ കാറ്റഗറി,
കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി ആൻഡ് എക്സലൻസ് കാറ്റഗറി. അങ്ങനെ 4 കാറ്റഗറി. ഓരോ കാറ്റഗറിയിലും വരുന്ന എണ്ണം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ നമ്മൾ കോർ കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കോർ കാറ്റഗറിയുടെ പ്രത്യേകത? നമ്മൾ അക്രഡിറ്റേഷന്റെ ഓരോരോ ഘട്ടത്തിലും അല്ലെ ഓരോ സ്റ്റെപ്പിലും ഓരോ ഘട്ടത്തിലും അസസ് ചെയ്യേണ്ട വിലയിരുത്തേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെയാണ് നമ്മൾ കോർ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 489 എണ്ണത്തിന് നമ്മൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. അവിടെ എന്താണ്? അത് ഫൈനൽ അസസ്മെന്റ് ആണ്. അതായത് അക്രഡിറ്റേഷന്റെ ഏറ്റവും അവസാന ഘട്ടത്തില് വിലയിരുത്തേണ്ട 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെയാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 60 എണ്ണത്തിന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സർവൈലൻസ് അസസ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു അക്രഡിറ്റേഷന്റെ ആ റെഗുലർ ആയിട്ടുള്ള അസസ്മെന്റ് ഒരു ഘട്ടത്തിലോ ഫൈനൽ ഘട്ടത്തിലോ അല്ല, അതിനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് അസസ് ചെയ്യേണ്ട ഒരു 60 എണ്ണത്തിന് അച്ചീവ്മെന്റിലും എക്സലൻസ് കാറ്റഗറിക്കകത്ത് 30 എണ്ണമുണ്ട്. അത് വന്നിട്ട് റീ അക്രഡിറ്റേഷൻ സമയത്താണ് നമ്മൾ അസസ് ചെയ്യേണ്ട 30 എണ്ണത്തിനെയാണ് എക്സലൻസ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയത്. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? ക്വാളിറ്റി അഷുറൻസിലാണ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? അടുത്ത നോക്കാം. ഒന്ന് വായിക്കാമോ? ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വായിക്കോ നിങ്ങള്? NABH ബുക്ക് ഒന്ന് 2 മിനിറ്റ് വായിച്ചേ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് NABH സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഓക്കെ, NABH സ്റ്റാൻഡേർഡ്സ് നമുക്കറിയാം 100ഓളം സ്റ്റാൻഡേർഡുകൾ അതിനകത്തുണ്ട് അല്ലെ. 100 സ്റ്റാൻഡേർഡ് 100 പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്റ്റാൻഡേർഡുകളെ പറ്റി അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. അത് അവിടെയും വരുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി അഷുറൻസിനൊക്കെ സെയിം കാര്യം തന്നെ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള രോഗിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ് നോക്കിക്കേ, എനിക്ക് ഫുൾ ഫോം പഠിച്ചിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അഥവാ AAC. എന്താണ് AAC? AACയുടെ ഫുൾ ഫോം എന്താണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതായത് ശരിയാണ് അല്ലെ, ഈ പറയുന്ന രോഗിക്ക് എന്താണ് എല്ലാ പരിചരണവും ആക്സസ് ചെയ്യാൻ പറ്റണം. ആക്സസ് എന്ന് പറയുന്ന കമ്പോണന്റിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കം അല്ലെ. അത് തന്നെ എൻട്രി ആണ്. എല്ലാവർക്കും ക്വാളിറ്റി കെയർ കിട്ടാനുള്ള ആ ഒരു അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും, ആക്സസ് ചെയ്യാൻ പറ്റണം അല്ലെ. ആക്സസ്, അസസ്മെന്റ്, ഓക്കെ. ദെൻ കണ്ടിന്യൂറ്റി. അസസ്മെന്റ് ഈ പറയുന്ന രോഗിക്ക് കൊടുക്കുന്ന പരിചരണം കൃത്യമായിട്ട് അസസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച അല്ലെ, കണ്ടിന്യൂറ്റി നിലനിർത്താനും ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ AAC എന്ന് പറയുന്നത്. അടുത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP എന്നാണ് പറയുന്നത്. കെയർ ഓഫ് പേഷ്യന്റ് അതായത് രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് കേട്ടോ. പിന്നെ വരുന്നത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അഥവാ MOM. ഇതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അതായത് നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ എന്താ നോക്കി, PRE. എന്താണ് PRE എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. രോഗികളുടെ അവകാശങ്ങളും അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ്, അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. HIC അല്ലെ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ അണുബാധ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അവിടെ നമുക്കറിയാം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, അപ്പൊ എന്താ, ഹോസ്പിറ്റലിൽ നിന്നും രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചല്ലേ. അപ്പൊ എന്താണ്,
രോഗിക്ക് ഏറ്റവും ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം? ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്ത് സംഭവിക്കും? അവിടുത്തെ സുഖങ്ങള് രോഗികൾക്ക് കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ പേഷ്യന്റിനെയാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? AAC, COP, MOM, PRE, HIC. ഫുൾ ഫോം പഠിക്കാം. ഇതെല്ലാം തന്നെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മള് JCI പഠിച്ചപ്പോ അതിനകത്ത് 4 സെക്ഷൻ പറഞ്ഞില്ലേ? നമ്മള് അതിനകത്ത് പറഞ്ഞില്ല ഒരു 4 സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനില് ഈ പറയുന്ന പേഷ്യന്റ് സെന്റേർഡ് ആണ്, മൂന്നാമത്തെ സെക്ഷനിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് ആണ്, നാലാമത്തെ സെക്ഷനിൽ AMC പോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കാം. അതുപോലെ തന്നെയാണ് MBBH കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിക്കേ, PSQ. എന്താണ് PSQ? ഫുൾ ഫോം എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ആണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ? രോഗിയുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. അതെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റല് പാലിക്കേണ്ട കാര്യമാണ്. അതാണ് ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ROM. എന്താണ് ROM എന്ന് പറഞ്ഞാല്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതാണ് ROM എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതോ FMS. എന്താണ് FMS എന്ന് പറഞ്ഞാല്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ മാനേജ്മെന്റ്, അതിലുള്ള സേഫ്റ്റി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HRM. ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവിന്റെ തന്നെ ഒരു വിഭാഗമാണ് അല്ലെ HRM, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പിന്നെ എന്താണ് വരുന്നത്? IMS. എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നമുക്കറിയാം ഇതെല്ലാം തന്നെ എന്താണ്? എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത്രയും യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ? എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആക്കി മാറ്റി. സോ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെല്ലാം തന്നെ എന്താണ്? ഓർഗനൈസേഷൻ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഏതൊക്കെയാണ്? PSQ, ROM, FMS, HRM, IMS. അതിന്റെയൊക്കെ ഫുൾ ഫോമുകളും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോൾ തരാം, താഴെ തന്നിരിക്കുന്നവയില് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ഏതാണ്. അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നിങ്ങളിത് നല്ലപോലെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് കയറും കേട്ടോ. AAC അല്ലെങ്കിൽ COP, കെയർ ഓഫ് പേഷ്യന്റ്, MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, PRE, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യന്റ് സെന്റേർഡ് ആണോ ഓർഗനൈസേഷൻ സെന്റേർഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം കേട്ടോ. NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്? KPI എന്നാണ് പറയാ കേട്ടോ. KPI നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. മറ്റൊരു പേര് കൂടെ അതിന് പറയാം. എന്താണെന്നറിയോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് പറയാ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ പറയും. ആ പേരിൽ തന്നെ നമുക്കറിയാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. പെർഫോമൻസിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ആക്കുന്നത് അല്ലെ? അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അവരുടെ പെർഫോമൻസ് അല്ലെ, അവരുടെ പ്രകടന നിലവാരം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങള് അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയാം. അതിനകത്ത് ഒരു 32 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾ 32 എവിടെ പഠിക്കും? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ആ സെയിം കാര്യം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അത് ഫോർമുല പഠിക്കാനുണ്ട് നമുക്ക്. ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 ഉണ്ട്. ആ 32 ഫോർമുലകളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അത്രയും ഉണ്ട് കേട്ടോ. നമുക്ക് വായിക്കാം. KPI എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. Key performance indicators അഥവാ KPI assist in helping
to systematically monitor, assess and continually enhance the service performance. ശരിയാണല്ലോ. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ ഒരു സർവീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കൊടുക്കുന്ന സേവനങ്ങളുടെ ആ ഒരു പ്രകടനം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും അതുപോലെ അസസ് ചെയ്യാനും വിലയിരുത്താനും പിന്നെ എന്ത് ചെയ്യണം, കണ്ടിന്യൂലി എൻഹാൻസ് ചെയ്യണം. പക്ഷെ കൂടുതൽ ഇംപ്രൂവ്മെന്റ് നടത്തണം അല്ലെ, അപ്ഗ്രേഡ് ചെയ്യണം. തുടർച്ചയായിട്ട് അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എന്താ പറയാ സൂചകങ്ങളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, by themselves KPIs cannot improve the performance. അതും ഒരു കാര്യമാണ്. അതായത് നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സൂചകങ്ങളാണ്. അതായത് അതിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില എന്താ പറയാ ഇൻഡിക്കേറ്റർ മാത്രമാണ് KPI എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരിക്കലും പെർഫോമൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്രൂവ് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഇൻഡിക്കേറ്റർ വെച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് KPIs cannot improve performance. ഒരിക്കലും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് KPI കൊണ്ട് മാത്രം സാധിക്കില്ല, അതുകൊണ്ട് മാത്രം നമുക്ക് സാധിക്കില്ല. However, എന്നിരുന്നാലും they do provide the signpost that signal progress towards goals and objectives as well as the opportunities for the sustainable progress. എന്താണെന്ന് അറിയോട് ഉദ്ദേശിക്കുന്നത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് മാത്രം സാധിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KPI എന്ന് പറയുന്നത് ഒരു സൈൻ പോസ്റ്റ് പോലെയാണ്. സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്, അതായത് ഏറ്റവും വീക്കർ ആയിട്ടുള്ള ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ചില ഒരു ഡയറക്ഷൻസ് കൊടുത്തുവിട മാത്രമാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ചെയ്യുന്നത്. അല്ലാതെ അതുകൊണ്ട് മാത്രം നമുക്ക് പെർഫോമൻസ് കൂട്ടാനൊന്നും പറ്റില്ല. അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, ഏതൊക്കെ വീക്കർ ഏരിയകൾ ഉണ്ട്, ഏതൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ. ആ രീതിയിൽ ഒരു ഗൈഡ് ലൈൻസ് ഇത് കൊടുക്കുന്നുണ്ട്, ഒരു മാർഗനിർദ്ദേശം, ഒരു വാണിംഗ് നമുക്ക് അതിലൂടെ കിട്ടും. അത്രയേ ഉള്ളൂ KPI കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സസ്റ്റൈനബിൾ പ്രോഗ്രസ്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാനായിട്ട് ഏതുകൊണ്ട് സാധിക്കും, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ, അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. എന്ന് പറയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The key performance indicators are likely to be monitored by the healthcare organization. പൊതുവെ സാധാരണ ഹോസ്പിറ്റലുകളിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് മോണിറ്റർ ചെയ്ത് നോക്കാറുണ്ട്. അതിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും, അവിടുത്തെ പെർഫോമൻസിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന മേഖലകളും കണ്ടെത്താൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലേ, പറഞ്ഞ കാര്യം ഒക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ കേട്ടോ. ഓ, എല്ലാവരും മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, 32 എണ്ണത്തിന്റെ നമ്മൾ ഫോർമുലയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇത് അവിടെ എടുത്തോ, നിങ്ങൾക്ക് ഇല്ലാന്നാണ് പറയുന്നത്, അവിടെ എത്തിയിട്ടില്ലേ? KPI എത്തിയിട്ടില്ല അല്ലെ? ആ, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇത് പറയുന്നത് എന്താ, അവിടെ മിസ്സും കൂടെ പറയുന്നത് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഫോർമുലയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ചിലപ്പോ ക്ലിക്ക് ആവാൻ ബുദ്ധിമുട്ട് വരാമെന്നാണ് പറഞ്ഞത്, ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, the time taken for the initial assessment. അതാണ് the time taken for, നമ്മൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഓരോ ഇൻഡിക്കേറ്റർ എന്താണെന്നും അതിന്റെ ഫോർമുല നമുക്ക് പഠിക്കാം. 32 പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാൽ 32 ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്തിടാം. ലാസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഫോർമുലകൾ മാർക്ക് ചെയ്ത് തരാം കേട്ടോ ലാസ്റ്റ്. ഓക്കെ,
ഫസ്റ്റ് പോയിന്റ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് കേട്ടോ. അതാണ് ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് എന്ന് കൂടിയിട്ട് കേട്ടോ. ഇൻഡോർ പേഷ്യൻസ് ഇവിടെ പറയാം ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് ആണ് കേട്ടോ. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇതാണ് ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ. ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻപേഷ്യൻസ് അഥവാ ഇൻഡോർ പേഷ്യൻസ്. അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അത് വെച്ച് നമുക്ക് അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ് till the time that the initial evaluation has been completed by a doctor. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു രോഗി വാർഡിന്റെ ബെഡിൽ എത്തുന്നത് തൊട്ട് അവരുടെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തല് ഡോക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. ഓക്കെ, അതാണ് എന്ത് ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ോട് പറയാണ് അതായത് ഒരു രോഗി വാർഡില് ബെഡിൽ എത്തുന്നത് മുതൽ ഓക്കെ അഡ്മിഷൻ ആവുമല്ലോ, അഡ്മിഷൻ എടുത്തിട്ട് അവര് ബെഡിൽ എത്തുന്ന സമയം തൊട്ട് ആ ഒരു രോഗിയുടെ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തല് ഡോക്ടർ പൂർത്തിയാക്കാൻ എടുക്കുന്ന വരെയുള്ള സമയം. ഓക്കെ, ആ ഒരു ടൈമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു പേഷ്യന്റ് വരികയാണ്, ഒരു 10 മണിക്ക് പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുകയാണ്. 10:15 കൂടിയിട്ട് ആ ഒരു പേഷ്യന്റ് ബെഡിലെത്തി കഴിഞ്ഞു. അപ്പം ആ സമയത്ത് 10:15 നഴ്സ് വരുന്നു, ഡോക്ടർ ആ സമയത്ത് വരുന്നു, അവരുടെ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 10:45 കൂടിയിട്ട് ഡോക്ടർ അതിന്റെ ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ നടത്തി അത് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ടൈം എത്ര എടുത്തു? അരമണിക്കൂറാണ് എടുത്തത് അല്ലെ. 10:15 തുടങ്ങിയിട്ട് 10:45 കൂടിയിട്ട് 10:45 കൂടിയിട്ട് ഈ ഒരു ഡോക്ടർ അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞൊരു 30 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് അവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് വാർഡിന്റെ ബെഡിൽ എത്തുന്നത് മുതൽ ആ ഒരു രോഗിയുടെ പ്രാഥമികമായിട്ടുള്ള ഇനീഷ്യൽ അസസ്മെന്റ് ഡോക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന വരെയുള്ള സമയം അതാണ് അവിടെ എഴുതിയിരുന്നത് കേട്ടോ. ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. Okay. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഫോർമുല എന്തായിരിക്കും വരാം? ഇതിന്റെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ഫോർമുല അങ്ങനെ ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ കൺസെപ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് ആ ഒരു ഫോർമുല നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഫോർമുല ഇതാണ്. Sum of the time taken for sum of the time taken for initial assessment divided by total number of admissions. That formula വരുന്നത് sum of the time taken for the initial assessment divided by ഹരണമാണ് കേട്ടോ, divided by total number of admissions. അപ്പൊ നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. അതായത് ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ഈച്ച് ഇനീഷ്യൽ അസസ്മെന്റ് കേട്ടോ. അതായത് ഓരോ പേഷ്യന്റ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ എല്ലാം എടുക്കുന്നത് അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അഡ്മിറ്റ് ആവുന്ന ഒത്തിരിയധികം പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എടുത്ത ആകെ സമയം സം ഓഫ് ടൈം അല്ലെങ്കിൽ ടോട്ടൽ ടൈം ആകെ സമയം ഡിവൈഡഡ് ബൈ എത്ര ആളുകൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. കാര്യം എന്താണ്? ടൈം ടേക്കൺ ഫോർ ദി ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻപേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയമാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ് അല്ലേ വരിക. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിറ്റ് ആയിട്ടുള്ള അഡ്മിഷന്റെ ആകെ എണ്ണം, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എത്ര പേരുടെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തിയിട്ടുണ്ട് അത് വരുന്നത്. സോറി കേട്ടോ, കോള് വന്നായിരുന്നു കേട്ടോ.
അപ്പൊ നമുക്ക് സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഈച്ച് ഇനീഷ്യൽ അസസ്മെന്റ്, അതായത് ഓരോ രോഗിയുടെയും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിനെടുത്ത ആകെ സമയം, ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, എത്ര ആളുകൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, ആകെ എടുത്ത അഡ്മിഷന്റെ എണ്ണം. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഒരു ഇനീഷ്യൽ അഡ്മിഷന്റിനായിട്ട് അത് ഡേ ആണോ മന്ത് ആണോ ഇയർ ആണോ കൺസിഡർ ചെയ്തിട്ടാണോ നോക്കുന്നത്. അങ്ങനെ ഡേയും മന്തും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. പൊതുവെ ഒരു അഡ്മിഷന് വരുമ്പോൾ ഒരു ഡേന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു ഡേറ്റോ മന്തിലോ ഇയറോ അങ്ങനെ പറയുന്നില്ല. പൊതുവെ ശരാശരിയാണ് നമ്മൾ എടുക്കുന്നത്. പൊതുവെ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ രോഗികളും അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ഒരു ശരാശരി സമയത്തെ അവിടെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഡേയിലേക്കോ ഒരു മന്തിലേക്കോ ഇയറിലേക്കോ അങ്ങനെ എടുക്കുന്നില്ല. എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ശരാശരി എത്ര എടുക്കുന്നുണ്ട് അങ്ങനെ കണക്കാക്കുന്നു. അതിന്റെ ഒരു ഡേ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു എന്താ പറയാ, ഒരു ഹോസ്പിറ്റലില് ഇപ്പോ ഒരു പേഷ്യൻസ് പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കട്ടെ, ആ ഒരു ഹോസ്പിറ്റലില് ഏകദേശം അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിൽ ഒരു 100 മണിക്കൂർ എടുക്കുന്നത് വിചാരിക്കാം. പൊതുവെ ആണ് പറയുന്നത്. മൊത്തത്തിൽ എല്ലാവരുടെയും അഡ്മിറ്റ് ആവുന്നവരുടെ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് ഒരു 100 മണിക്കൂർ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ ആകെ 50 അഡ്മിഷൻസ് നിലവിലുണ്ട്. 50 അഡ്മിഷൻസ് നിലവിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ഫോർമുല പ്രകാരം എത്രയാണ് വരിക? 100/50 ആണ് വരിക. 100/50 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടുക. 2 മണിക്കൂറാണ് കിട്ടുക. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ആവറേജ് ആണ് പറയുന്നത്. അർത്ഥം എന്താണെന്ന് അറിയാമോ? ആ ഒരു ഹോസ്പിറ്റലില് ഈ പറയുന്ന അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് ഏകദേശം ശരാശരി 2 മണിക്കൂർ പൊതുവെ എടുക്കാറുണ്ട്. ഓരോ പേഷ്യന്റിനും ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടാണ് അവിടെ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇനീഷ്യൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയോ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. കാരണം ഈ ഹെഡിങ്ങിൽ വരുന്നില്ലേ, അത് തന്നെയാണ് ന്യൂമറേറ്ററിൽ വരുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. പറയാൻ കാരണം എന്താ? പേഷ്യൻസിന്റെ ഇടയിലാണത് നോക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അഡ്മിഷൻസ് എടുത്ത് പറയാൻ കാരണം. നിങ്ങളുടെ അവിടെയുള്ള പോയിന്റിനകത്ത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അത് എഴുതിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പൊ അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കേട്ടോ. അഡ്മിറ്റ് ആയിട്ടുള്ളവരാണ്, പേഷ്യന്റിൽ അല്ല കേട്ടോ നമ്മൾ നോക്കുന്നത്. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ നിങ്ങള്? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. ഓക്കെ, അടുത്തത് കേട്ടോ. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഇതാണ്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഇതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് per 1000 ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. അതാണ് പറയുന്നത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിനകത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ, തെറ്റുകളുടെ എണ്ണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, മറ്റ് റേഡിയോളജി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അല്ലെ? അങ്ങനെ ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ എന്താ പറയാ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തെറ്റുകള്. എല്ലാ ഇൻവെസ്റ്റിഗേഷനും കറക്റ്റ് ആണെന്നൊന്നുമില്ലല്ലോ, ചില എററുകൾ വരാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് പറയുന്നത്. അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. കാര്യം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ, എററുകൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ ക്വാളിറ്റി കെയർ കുറവാണെന്നാണ് അർത്ഥം. ശരിയല്ലേ? എററുകൾ കൂടുതൽ വരിക എന്ന് പറയാൻ തെറ്റുകൾ സംഭവിക്കാതെ അത്ര ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി കെയറിൽ കുറച്ച് എന്തുണ്ട്, ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ കാര്യം. ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അത്ര കുറച്ചും കൂടെ അവിടെ ഇംപ്രൂവ് ചെയ്യണം. കാര്യം ഒരു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളതാണ് ശരി. എത്രയും എളുപ്പം നടത്തുക എന്നുള്ളതാണ് കാര്യം. എന്നാലും അതിനനുസരിച്ച് ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കൂടുതൽ ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി കുറവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് എളുപ്പമാണ് കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. ഇവിടെ 1000 എന്ന് പറയാൻ കാരണം 1000 ഇൻവെസ്റ്റിഗേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ്.
അപ്പൊ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര ടെസ്റ്റുകൾ നടത്തി, നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് പെർഫോംഡ് അങ്ങനെയും പറയാം അല്ലെ. ആകെ നടത്തിയ ടെസ്റ്റുകൾ എത്രയുണ്ട്, അതിനകത്ത് എത്ര ടെസ്റ്റുകളിൽ എറർ വന്നിട്ടുണ്ട് ഇൻടു 1000. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ ഇതാണ്, percentage of adherence to the safety precautions by the staff working in diagnostics. അതാണ് പറയുന്നത് percentage of adherence to the safety precautions by the staff working in diagnostics. Adherence എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാലിക്കുക എന്നാണ് കേട്ടോ. അഡ്ഹിയറൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നാണ്. അപ്പൊ എന്താണ് ഡയഗ്നോസ്റ്റിക് വിഭാഗത്തില്, അതായത് നമുക്കറിയുമ്പോൾ ലാബ് ഉണ്ട്, ലാബിൽ ചില സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം, ലബോറട്ടറി സർവീസ് പഠിച്ചിട്ടല്ലേ. അതുപോലെ റേഡിയോളജി വിഭാഗം, ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ എന്ത് വേണം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അവർ പാലിക്കണം, സുരക്ഷാ മുൻകരുതലുകൾ അവർ പാലിച്ചുകൊണ്ട് വേണം അവിടെ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അത്തരത്തില് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് സുരക്ഷാ മുൻകരുതലുകള് പാലിക്കുന്നതിന്റെ ശതമാനം, എത്ര ആളുകൾ അവിടെ പാലിക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനം, അതും ഒരു എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. എല്ലാവരും ചിലപ്പോൾ പാലിച്ചോളണമെന്നില്ല. ഒരുപാട് പേര് 1000 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 ചിലപ്പോൾ 500 പേര് മാത്രമേ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ ആണല്ലോ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം ഈ പറയുന്ന സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം. ഒരു കാര്യം ഓർക്കാം, ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ 100 ചെയ്യും. ശതം എന്ന് പറയുമ്പോൾ 100 ഉണ്ടോ, പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് അതിന്റെ കൂടെ ഒരു 100 വരുന്നുള്ളത് ഉറപ്പിക്കാം. ഫോർമുലയ്ക്കകത്തൊരു ×100 വരുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല പറഞ്ഞേ, എങ്ങനെയായിരിക്കും വരിക? നമ്മൾ ആലോചിച്ച് എന്തായിരിക്കും? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ, മുൻകരുതലുകൾ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ഓഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? അവിടെ വർക്ക് ചെയ്യുന്ന, ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആകെ സ്റ്റാഫുകളുടെ എണ്ണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Number of staff audited, that means the total number of staff working in the diagnostics. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ആകെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അതിൽ എത്ര പേര് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നുണ്ട് ഇൻടു 100. കാര്യം എന്താ, പെർസെന്റേജിലെ നമ്മൾ കണക്കാക്കുന്നേ. സോ ഇൻടു 100. ഓക്കെ, ക്ലിയർ ആയോ? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഇൻടു 100. ഓക്കെ ആണോ? ഓക്കെയാണോ? മനസ്സിലാവുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങള്? അടുത്തത് കേട്ടോ, നാലാമത്. ഇതൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ അതോടൊപ്പം തന്നെ പഠിച്ചു പോവാം. 3 കഴിഞ്ഞു കേട്ടോ. എന്തൊക്കെയാണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞേ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ശതമാനം. അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ എന്താണ്? മെഡിക്കേഷൻ എറർ റേറ്റ്. അതാണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. അപ്പൊ ഇതിൽ നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന മരുന്നുകളിൽ വരുന്ന തെറ്റുകള് അല്ലെ, പിശകുകള്, അതിന്റെ ശതമാനം, അതിന്റെ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കേട്ടോ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നോക്കാം എന്താ ഉദ്ദേശിക്കുന്നത്. Okay, a medication error is any preventable event that may cause or lead to the unsuitable medication use or patient harm, while the medication is in the control of the healthcare professional, patient or consumer. അതായത് എന്താണ് മെഡിക്കേഷൻ എറർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ഒരു പ്രിവെന്റബിൾ എറർ ആണ്, പ്രിവെന്റബിൾ ഇവന്റ് ആണ്. എന്നുവെച്ചാൽ നമുക്കത് വേണമെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് എന്ത് മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, മരുന്നുകളിൽ വരുന്ന തെറ്റുകൾ. മരുന്നുകളിൽ വരുന്ന തെറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം വരുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? മെഡിക്കേഷൻ എറർ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
ഇപ്പൊ ചില ആളുകള് മരുന്ന്, ഇപ്പൊ നമ്മള് ചില മരുന്നുകള് സമയത്ത് കഴിക്കേണ്ട, ഇപ്പൊ രാവിലെ കഴിക്കേണ്ട മരുന്ന് നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോ 2 എണ്ണം കഴിക്കേണ്ടത് 3 4 എണ്ണം അറിയാതെ കഴിക്കും. എന്ത് സംഭവിക്കും? ഓവർഡോസ് ആവും അല്ലെ? ഓവർഡോസ് ആവും. അതൊക്കെ എന്താണ്? മെഡിക്കേഷൻ എന്നാണ്, ശരിയല്ലാത്ത രീതിയിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഈ പറയുന്ന പേഷ്യൻസിന് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ പലവിധ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല കെയർ എടുക്കുകയാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു കാര്യമാണ് മെഡിക്കേഷൻ എറർ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കും കേട്ടോ. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും സംഭവിക്കും. ഏത് സ്റ്റേജിൽ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാം ആണല്ലോ. ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചൂടെ? ഇപ്പൊ ഫാർമസിന് എടുത്തു കൊടുക്കുന്ന മരുന്ന് പെട്ടെന്ന് എഴുതിയത് വായിച്ചത് തെറ്റിപ്പോയി, വേറൊരു മരുന്ന് എടുത്തു കൊടുക്കാം, അപ്പൊ എറർ വരാം അല്ലെ? അപ്പൊ ഡിസ്പെൻസ് സമയത്ത് എറർ വരാം. അല്ലെങ്കിൽ അതുപോലെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എറർ വരാം. അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വെച്ചാൽ മരുന്ന് കൊടുക്കുന്ന സമയത്ത് എറർ വന്നൂടെ? ഇപ്പൊ അറിയാതെ ഇപ്പൊ നഴ്സ് മരുന്ന് മാറിക്കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ രോഗി തന്നെത്താൻ എടുത്ത് കഴിക്കാൻ കഴിവുള്ള ഒരു രോഗിയാണെങ്കിൽ അയാൾ എടുത്ത് കഴിച്ചപ്പോ മാറിപ്പോയി, അങ്ങനെയൊക്കെ മെഡിക്കേഷൻ എറർ വരാം വന്നൂടെ? അതാണ് പറയുന്നത്, ഏത് സ്റ്റേജിലും ആർക്ക് വേണമെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും എറർ വരാം. ചിലപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വരാം, മറ്റു മരുന്ന് വാങ്ങുന്ന കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് വരാം. അപ്പൊ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു എററാണ് എന്ത്? മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു കാര്യം അവിടെ എഴുതി വെച്ചേക്കുന്നത്. മെഡിക്കേഷൻ എറർ is semi preventable event that may cause or lead to the unsuitable medication use of patient harm. While the medication is in the control of the healthcare professional, patient or consumer. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്നോ പേഷ്യന്റിനോ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ മെഡിക്കേഷൻ എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കുക കേട്ടോ, അതിന്റെ ഫോർമുല എന്താണെന്ന് അറിയാമോ? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, അതായത് ആകെ വന്നിട്ടുള്ള മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയാമോ? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഡ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അതായത് ആകെ എടുത്തിട്ടുള്ള മരുന്നുകളുടെ എണ്ണമാണ്, ആകെ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ള മരുന്നുകളുടെ എണ്ണം. ആലോചിച്ച് നോക്കി, മരുന്നുകൾ എടുത്ത സന്ദർഭങ്ങളിലൊക്കെ എന്ത് വരാം? എറർ വരാം. ഇന്ന സമയത്ത് വരുന്നു എന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ. മരുന്നുകൾ എപ്പോഴൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എറർ വരാം, സാധ്യതയുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ എടുക്കണം കേട്ടോ. അപ്പൊ എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറർ കേട്ടോ. മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള അവസരങ്ങൾക്ക് ആകെ എണ്ണം. ആ എണ്ണത്തില് എത്ര എണ്ണത്തിന് മെഡിക്കേഷൻ എറർ വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇത് കേട്ടോ. പെർസെന്റേജ് ആണ്. സോ ഇൻറ്റു 100 വരും, പെർസെന്റേജിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാണ് ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, ആകെ വന്നിട്ടുള്ള മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം, വന്നിട്ടുള്ളതാണ്, ഓൾറെഡി വന്നു കഴിഞ്ഞതാണ് കേട്ടോ, അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ മെഡിക്കേഷൻ എറർ. മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം, അതിൽ എത്ര എണ്ണത്തിൽ വന്നു പോയി ഇൻറ്റു 100. ക്ലിയർ ആണോ പറഞ്ഞത്? അത്രയും മെഡിക്കേഷൻ എറർ റേറ്റ്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ശരി, അടുത്തത് കേട്ടോ, അഞ്ചാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. എറർ പ്രോൺ ആയിട്ടുള്ള, അതായത് തെറ്റ് വരാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകള്, അബ്രീവിയേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. എന്താണ് പറയുന്നത്? തെറ്റ് വരാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകള്, അബ്രീവിയേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എറർ പ്രോൺ അബ്രീവിയേഷൻ. സാധാരണ നമ്മള് ഒരു മെഡിക്കേഷൻ ചാർട്ട് തയ്യാറാക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? അബ്രീവിയേഷൻസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചില്ലേ? അബ്രീവിയേഷൻസ് ആണ്. ആരെങ്കിലും നീട്ടി പരത്തി എഴുതുമോ? ഇല്ല, അബ്രീവിയേറ്റഡ് ഫോമുകളാണ് അവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോ ചില അബ്രീവിയേഷൻസ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു മരുന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ മില്ലിഗ്രാമിന്റെ ഇതാണ്. അപ്പൊ സ്മോൾ എം സ്മോൾ ജി ആണ് നമ്മൾ ഉപയോഗിക്കുക, മില്ലിഗ്രാം. ഈ സംഭവത്തിന് ക്യാപിറ്റൽ എമ്മും സ്മോൾ ജി ഇട്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായത്? മെഗാഗ്രാം ആയി മാറി. ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരു ഒരു സ്മോൾ ലെറ്റർ എമ്മോ മാറി ഒരു ക്യാപിറ്റൽ ലെറ്റർ എമ്മോ ആവാന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. മില്ലിഗ്രാം എന്ന് പറയുന്നതും
മെഗാഗ്രാം എന്ന് പറയുന്നതും അളവിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് ഇല്ലേ? അതാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ അങ്ങനെ നമ്മൾ ചില അപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് എറർ പ്രോൺ ആണ് അത്. ചിലപ്പോൾ അത് വായിക്കുന്ന ആള് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാം, തെറ്റായിട്ട് അത് വായിക്കാം, തെറ്റായിട്ട് മനസ്സിലാക്കാം. പക്ഷെ എന്താണ്, അതൊരു എറർ പ്രോൺ അപ്ലിക്കേഷൻ. ഇപ്പൊ സ്മോൾ മില്ലിഗ്രാം, സ്മോൾ എം ജി എഴുതുന്നിടത്ത് അറിയാതെ സ്മോൾ എം മാറി ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ എം ആയി മാറി. ചിലപ്പോൾ അവരുടെ ലിപിയിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ എം അങ്ങനെയൊക്കെ വരാലോ. അപ്പൊ മില്ലിഗ്രാം മെഗാഗ്രാം ആയി മാറി. വ്യത്യാസം വന്നില്ലേ? വലിയൊരു വ്യത്യാസം വന്നില്ലേ? അതുപോലെ തന്നെയാണ് ക്യു ഡി സ്മോൾ ക്യൂബും ക്യാപിറ്റൽ ഡി. നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചതാണ് കേട്ടോ. ഡെയിലി എന്നാണ് അർത്ഥം. ചില മെഡിക്കേഷൻ എഴുതുമ്പോൾ ക്യു ഡി എന്ന് പറഞ്ഞാൽ ഡെയിലി എടുക്കേണ്ട മരുന്നാണ്. അതൊന്ന് തെറ്റിപ്പോയി, QID എന്നാണ്. ചെറിയൊരു ഐ കയറി വന്നു എന്ന് വിചാരിക്കും നടുക്ക്. അതിന്റെ അർത്ഥം എന്താ അറിയോ? QID എന്ന് പറഞ്ഞാൽ 4 times ഡെയിലി എന്നാണ്. അതായത് ദിവസത്തില് 4 പ്രാവശ്യങ്ങൾ. അർത്ഥം മാറിയില്ലേ? ദിവസത്തിൽ എടുക്കേണ്ട മരുന്നും ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം എടുക്കേണ്ട മരുന്ന് എന്ന് പറയുമ്പോൾ എന്തുമാത്രം വ്യത്യാസം അവിടെ വന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ എറർ പ്രോൺ അബ്രീവിയേഷൻസ് ആണ്. അപ്പൊ അത്തരത്തില് ക്ലിയർ ആയെന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തില് എറർ പ്രോൺ അബ്രീവിയേഷൻസ് യൂസ് ചെയ്തു മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം, അതും ഒരു എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. മനസ്സിലായെന്ന് പറഞ്ഞത്. മില്ലിഗ്രാം എന്നുള്ളത് ചിലപ്പോൾ തെറ്റായിട്ട് മെഗാഗ്രാം, ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം തന്നെ ഉള്ളൂ. സ്മോൾ എം ക്യാപിറ്റൽ എം ആയി കഴിഞ്ഞാൽ മെഗയായി മാറി. വ്യത്യാസം വന്നു. QD എന്നുള്ളത് QI, അറിയാതൊരു ഐ കയറി പോയി കഴിഞ്ഞാൽ അത് QID, അത് 4 times ഡെയിലി എന്നുള്ള അർത്ഥം, മറ്റൊരു ഡെയിലി എന്നുള്ള അർത്ഥം. രണ്ടാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിൽ എറർ പ്രോൺ അബ്രീവിയേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്ക്, എറർ പ്രോൺ അബ്രീവിയേഷൻ should be defined in accordance with the guidelines set down by for the safe medication practices. ഈ പറയുന്ന സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ്, സേഫ് ആയിട്ടുള്ള ആ ഒരു മരുന്നുകൾ ഉപയോഗിക്കണം, ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കണം. അപ്പൊ അതിനായിട്ട് നിർദ്ദേശിക്കുന്ന ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എറർ പ്രോൺ അബ്രീവിയേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും കൂടി തെറ്റുകൾ വരാം, സാധ്യതയുണ്ട് കേട്ടോ. മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഫോർമുല? എങ്ങനെയായിരിക്കും വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയായിരിക്കും വരിക: നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. അതാണ് ന്യൂമറേറ്ററിൽ വരാം. അതായത് ഈ ഹെഡിങ് അല്ലേ, അത് തന്നെയാണ് എല്ലാത്തിന്റെ ന്യൂമറേറ്റർ ആയിട്ട് വരിക കേട്ടോ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്. നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള, നമ്മൾ അവലോകനം ചെയ്തിട്ടുള്ള ആകെ മെഡിക്കേഷൻ ചാർട്ടുകൾ. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആകെ നമ്മൾ റിവ്യൂ ചെയ്യാനെടുത്ത മെഡിക്കേഷൻ ചാർട്ടുകളുടെ ആകെ എണ്ണത്തില് എത്ര എണ്ണത്തില് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു റേഷ്യോ ആണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻറ്റു 100. പെർസെന്റേജിലല്ലേ പറയുന്നത്, സോ ഇൻറ്റു 100. ക്ലിയർ ആയോ? അതുകൊണ്ട് പറയാം, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ whole divided by number of medication charts reviewed into 100. Clear ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, 6ാമത്തെ ഇൻഡിക്കേറ്ററിലോട്ട് നമ്മൾ വരികയാണ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇതാണ് പറയുന്നത്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ്. അതിനൊരു കാര്യം കൂടെ പറയട്ടെ, ഇതെല്ലാം തന്നെ ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പലതും മെഷർ ചെയ്യണേ. അപ്പൊ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂടുതൽ ഇലക്ട്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് മെഡിക്കേഷൻ ചാർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ക്വാളിറ്റി അവിടെ കുറവാണ്, കുറച്ചും കൂടി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം, കുറെ കാര്യങ്ങളിൽ അവിടെ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പൊ അതിന്റെ ആ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കൂടുതൽ ഇലക്ട്രോൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്വാളിറ്റി അവിടെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അതൊന്ന് മനസ്സിലിരിക്കാം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നോക്കുക, ഏതായിരുന്നു? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. അതായത് പ്രതികൂലമായിട്ടുള്ള മരുന്ന് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഇൻപേഷ്യൻസിന്റെ ശതമാനം. അതാണ് പറയുന്നത്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസ്, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ശതമാനം. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചില മരുന്നുകള് ചില ആളുകളിൽ ചില മോശമായിട്ടുള്ള ചില ഇഫക്റ്റുകൾ ഉണ്ടാക്കും.
ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർമാർ പൊതുവെ നമ്മളോട് ഇപ്പൊ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. എല്ലാ മരുന്നുകളും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചില മരുന്നുകൾ കഴിഞ്ഞ് ചില എന്താ പറയാ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ചൊറിയോ അല്ലെങ്കിൽ തടിക്കോ അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് എല്ലാവർക്കും എന്നാട്ടോ ചിലവർക്ക് ചില മരുന്നുകൾ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പ്രത്യേകിച്ച് ഇൻപേഷ്യൻസിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് എ റെസ്പോൺസ് ടു എ ഡ്രഗ്. അല്ലെ, ഒരു ഡ്രഗിനോടുള്ള ഒരു റെസ്പോൺസ് ആണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല റെസ്പോൺസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, മോശം അഡ്വേഴ്സ് എന്നാണ് പറഞ്ഞത് കേട്ടോ. പ്രതികൂലമായിട്ടുള്ള മോശമായിട്ടുള്ള റെസ്പോൺസ് ആണ് കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് ടോക്സിക് ആൻഡ് അൺഇന്റൻഡഡ് ആൻഡ് വിച്ച് ഹാപ്പൻസ് അറ്റ് ഡോസസ് normally used in man for the prophylaxis, diagnosis or therapy of disease or for the modification of the physiologic function. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മരുന്നിനോടുള്ളൊരു മോശം പ്രതികരണമാണ് അല്ലെ. വിച്ച് ഈസ് ടോക്സിക് ആൻഡ് അൺഇന്റൻഡഡ് എന്ന് വെച്ചാൽ അത് വളരെ ടോക്സിക് ഉണ്ടാക്കുന്നത് അല്ലെ, പേഷ്യൻസിന് വളരെ ടോക്സിക് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു അൺഇന്റൻഡഡ് ആയിട്ടുള്ള ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അത്. ഓക്കെ, വിച്ച് ഹാപ്പൻസ് അറ്റ് ഡോസസ് നോർമലി യൂസ്ഡ് ഇൻ മാൻ. അതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ ഡോസിൽ തന്നെ മരുന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. നോർമൽ ഡോസിൽ നമ്മൾ മരുന്ന് കൊടുക്കില്ലേ, അപ്പൊ തന്നെ വരുന്ന പ്രശ്നങ്ങളാണ് അത് കേട്ടോ. പ്രത്യേകിച്ച് പറയുന്നത് പ്രോഫൈലാക്സിസ്. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നിങ്ങൾ ഇതിനകത്ത് തന്നെ പഠിക്കുന്നുണ്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാല് ഈ ഇൻഫെക്ഷൻസ് വരാൻ റിസ്ക് ഉള്ള ചില ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മളൊരു പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോഫൈലാക്സിസ് മെഡിസിൻസ് എന്ന് പറയുന്നത്, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറയും. അപ്പൊ പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാക്കി വെക്കുക, അതായത് വളരെ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് അത് വരാതിരിക്കാനുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്നതിൽ പറയാം. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും, ഇൻഫെക്ഷൻ വരും. അതുപോലെ HIV AIDS ഒക്കെ ബാധിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും, പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് വേണം, അവർക്ക് അതിനൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് മെഡിസിൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പ്രോഫൈലാക്റ്റിക്സ് ആണ് പറയാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഈ പറയുന്ന തെറാപ്പി, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, അതുപോലെ മറ്റു ബോഡി ഫംഗ്ഷൻസിനൊക്കെ ആയിട്ട് നമ്മൾ നോർമൽ ഡോസിൽ തന്നെ കൊടുക്കുന്ന മരുന്നുകൾ മൂലം ഉണ്ടാവുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ. ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾ അത് ചിന്തിക്കുന്ന പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ എന്നിട്ട് ചിലവർക്കെങ്കിലും ചിലപ്പോൾ തോന്നും ഈ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നതും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ എന്ന് ചിലപ്പോൾ ഒരു സംശയം വരാം. ഇപ്പൊ നമുക്ക് തോന്നില്ല, ചിലപ്പോൾ പിന്നീട് വായിച്ച് കുറെ ആലോചിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാം. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ അത് ഓവർഡോസ് മൂലം ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ ഡോസിൽ തന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അതുമൂലം വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് ഓവർഡോസ് ചിലർക്ക് തോന്നാം അഡ്വേഴ്സ് ഡ്രഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ മരുന്ന് കൂടുതൽ കഴിച്ചിട്ട് വന്ന പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കരുത്. അത് മെഡിക്കേഷൻ എററാണ്. ഇതെന്ന് പറഞ്ഞ നോർമൽ ഡോസിൽ തന്നെ മരുന്ന് കൊടുക്കുമ്പോൾ ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ, നോർമൽ ലെവലിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതായിട്ട് കൺഫ്യൂഷൻ വരരുത് കേട്ടോ, അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും വരിക? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസുകളുടെ എണ്ണം, ഇൻപേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്. അവിടെ എത്ര പേഷ്യൻസ് ആകെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അഡ്മിറ്റ് ആയതിൽ എത്ര ആളുകളുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി 100 അല്ലെ. 100 എന്തുകൊണ്ടാണ് പെർസെന്റേജ് ആയിക്കൊണ്ടാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? The number of inpatients developing adverse drug reactions all divided by number of inpatients into 100. Okay, clear അല്ലേ പറഞ്ഞത്? മനസ്സിലായോ? ആകെ എത്ര പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവരിൽ എത്ര പേർക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് into 100. അടുത്ത നോക്കാം. 7th, percentage of unplanned return to OT. എന്താണ് percentage of unplanned return to operation theatre? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട്, അതായത് ആകസ്മികമായിട്ട് തിരിച്ചു പോകുന്നവരുടെ ശതമാനം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്
ആകസ്മികമായിട്ട് തിരിച്ചു പോവുക, റിട്ടേൺ പോവാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർജറി കഴിഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി കഴിഞ്ഞ ആളെ കൊണ്ടുവന്നു. പക്ഷെ എന്തുണ്ടായി, പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. ഓക്കെ, അതൊന്നും നല്ല കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ വരിക എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റി കെയറിനെയല്ല സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ആണ് പറയുന്നത്. റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആദ്യത്തെ ഒരു ഇനീഷ്യൽ സർജറിക്ക് ശേഷം രണ്ടാമത് വീണ്ടും അൺപ്ലാൻഡ് ആയിട്ടാണ്, ആകസ്മികമായിട്ടാണ് കേട്ടോ. ആകസ്മികമായിട്ട് വീണ്ടും എന്താണ്, ഈ ഓപ്പറേറ്റ് ചെയ്ത ആള് ഒന്നുകൂടെ റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരിക. ഓക്കെ, അങ്ങനെയുള്ളതിന്റെ ശതമാനമാണ് കേട്ടോ. നോക്കിക്കേ, അൺപ്ലാൻഡ് റിട്ടേൺ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനി സെക്കൻഡറി പ്രൊസീജിയർ. സെക്കൻഡറി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് നടക്കുന്നതാണ് കേട്ടോ. പ്രൈമറി പ്രൊസീജിയർ അല്ല, സെക്കൻഡറി പ്രൊസീജിയർ ആണ് കേട്ടോ. രണ്ടാമത് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. That needed for a complication that results directly from the index operation. Directly from the index operation എന്ന് വെച്ചാൽ ഇനീഷ്യൽ സർജറി ആണ് കേട്ടോ. പ്രൈമറി സർജറിക്ക് ശേഷം വന്നിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. രണ്ടാമത് വീണ്ടും എന്താണ്, രണ്ടാമതൊരു പ്രൊസീജിയർ നടക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ. ഡ്യൂറിംഗ് ദ സെയിം അഡ്മിഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, അതായത് ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ടാമത് സർജറി ചെയ്യേണ്ടി വരും. ക്ലിയറായോ പറഞ്ഞത്? ഡ്യൂറിംഗ് ദി സെയിം അഡ്മിഷന്റെ എടുത്ത് പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. അതായത് ഈ രോഗി വന്ന് അഡ്മിറ്റ് ആയി, ആദ്യം ഒരു സർജറി നടത്തി, സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്തുണ്ടായി, സർജറിക്ക് ഉപയോഗിച്ച വല്ല മെറ്റീരിയൽസിന് വല്ല പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് രോഗിനെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വന്നു, സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വീണ്ടും സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഡ്യൂറിംഗ് സെയിം അഡ്മിഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ആദ്യത്തെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് പിന്നെ പ്രശ്നം ഉണ്ടായി വീണ്ടും വന്ന് അഡ്മിറ്റ് ആയിട്ട് സർജറി ചെയ്യുന്നത് അല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഡ്യൂറിംഗ് സെയിം സർജറി, സെയിം അഡ്മിഷൻ. ഓക്കെ, കൺഫ്യൂഷൻ ആകരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള കേസുകൾ കേട്ടോ. നോക്കാം, ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരികയാണ്, എക്സസീവ് ആയിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് കണ്ടീഷൻ വരികയാണ്. അതുപോലെ തന്നെ ഡീബ്രൈറ്റ്മെന്റ്. ഡീബ്രൈറ്റ്മെന്റ് പുതിയ വാക്കായിരിക്കും. ഡീബ്രൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ദ അൺഹെൽത്തി ടിഷ്യൂസ് ആണ് കേട്ടോ. അതാണ് റിമൂവൽ ഓഫ് ദ അൺഹെൽത്തി ടിഷ്യൂസ്. അതായത് ഹെൽത്തി അല്ലാത്ത ചില ടിഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് രണ്ടാമതൊരു സർജറി ആവശ്യമാണ്. സാഹചര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ സർജറിക്ക് വരുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ആവും, ആദ്യത്തെ സർജറിക്ക് ശേഷം സിവിയർ ബ്ലീഡിംഗ് വരുന്ന ഒരു കണ്ടീഷന്റെ അതൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് ഡീബ്രൈറ്റ്മെന്റ് കേട്ടോ. അതായത് റിമൂവൽ ഓഫ് അൺഹെൽത്തി ടിഷ്യൂസ്, അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റിച്ചറിംഗ്, എംബോലെക്ടമി. എംബോലസ് എന്ന് കേട്ടിട്ടുണ്ടോ? എംബോലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് ക്ലോട്ട് ആണ് കേട്ടോ. അതായത് ബ്ലഡ് ക്ലോട്ട് ആണ്. നമ്മൾ ഈ ബ്ലഡ് വെസലിന്റെ അകത്ത് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആയിട്ട് എന്ത് സംഭവിക്കും, നല്ല രീതിയിൽ ബ്ലഡ് ക്ലോട്ട് നടക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ബ്ലഡ് ക്ലോട്ടിനെ സർജിക്കൽ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതും സെക്കൻഡറി ആണ്, രണ്ടാമത് നടത്തേണ്ട സാഹചര്യമാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡറി സ്റ്റിച്ചറിംഗ്, എംബോലെക്ടമി. അതുപോലെ ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. അനസ്തേഷ്യ സമയത്തുള്ള ഇവാലുവേഷൻ, അതായത് നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് അനസ്തേഷ്യ കൊടുക്കും. അപ്പൊ ഈ അനസ്തേഷ്യ സമയത്ത് നമ്മൾ ഇങ്ങനെ രോഗിയെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രോഗിയിൽ എന്തെങ്കിലും ആകസ്മികമായിട്ട് വല്ല പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ, പിന്നെ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അനസ്തേഷ്യ സമയത്ത് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ പേരിൽ ചിലപ്പോൾ വീണ്ടും സർജറി ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവാലുവേഷൻ ആൻഡ് അനസ്തേഷ്യ. ക്ലിയർ ആയോ? അപ്പൊ അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓൾഡി എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആദ്യത്തെ ഒരു സർജറിക്ക് ശേഷം ആകസ്മികമായിട്ട് വീണ്ടും തിരിച്ചു പോകേണ്ടി വരുന്ന അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് പോലും ആവാം, ഡീബ്രൈറ്റ്മെന്റ് കൊണ്ടാവാം, പിന്നെ രണ്ടാമതൊരു ബ്ലഡ് ക്ലോട്ട് വന്നാൽ രണ്ടാമത് വീണ്ടും സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അനസ്തേഷ്യ സമയത്ത് ഇവാലുവേഷൻ നടത്തുമ്പോൾ പലതും ചിലപ്പോൾ നേരത്തെ കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമുക്ക് റീ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ സാഹചര്യം മനസ്സിലാക്കി വെക്കാം. ഫോർമുല എന്തായിരിക്കും വരിക? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് റിട്ടേൺ ചെയ്തവരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് ദ സർജറീസ് ഇൻ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള രോഗികളുടെ ആകെ എണ്ണം നിങ്ങൾ എടുക്കുക ഇൻറ്റു 100. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ആകെ സർജറിക്ക് വിധേയമായിട്ടുള്ള ആകെ ആളുകൾ, ആകെ പേഷ്യൻസ് അതിൽ എത്ര പേര്
റിട്ടേൺ ചെയ്യേണ്ടി വന്നു. വീണ്ടും അഡ്വാൻഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് ഇൻറ്റു 100% കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മതി. 32 എണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട്. ഇത് 32 എണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് തരാം. അത് നോട്ട് ചെയ്യാം. വലിയൊരു ചാപ്റ്റർ ആണിത്. എടുത്ത് തീരാനായിട്ട് സമയം എടുക്കാം. അത് നിങ്ങളും കൂടെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ എനിക്കും എഫർട്ട് കൂടുതലായിരിക്കും എന്റെ പോർഷൻസ് നീങ്ങുന്നത്. ഓക്കെ, ഒന്ന് വായിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? എക്സാം ഒക്കെ കഴിഞ്ഞോ? കുട്ടികൾക്ക് വെക്കേഷൻ ആയിട്ടുണ്ടാവൂലോ? വെക്കേഷൻ ആയില്ലേ? നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇപ്പൊ വീട്ടില് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവരെയൊക്കെ മാനേജ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്റെ മക്കളുടെയും പരീക്ഷ ഇന്ന് കഴിയും. പക്ഷെ രണ്ടുപേരും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാലോചിച്ചിട്ടാണ് ഇപ്പൊ ഒരു ടെൻഷൻ. സ്കൂളിൽ പോകുമ്പോ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ പോലെ വായിക്കണേ. താങ്ക് യു. താങ്ക് യു മാം.